നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഭരണ തുടർച്ച ഉറപ്പെന്നും 110 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് 24 അവകാശപ്പെട്ടു. കനകോലുവിന്റെ തന്ത്രങ്ങൾ കേരളത്തിൽ ഫലം കാണില്ല. ബേപ്പൂരിൽ LDF-ന് വോട്ട് കൂടുമെന്നും ബേപ്പൂർ ജനത തനിക്കൊപ്പമാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളത്തിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇടതുമുന്നണി. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രി തന്നെ 110 സീറ്റ് സാധ്യത പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിപ്പോൾ കുറച്ച് ദിവസമായി. അതിനുശേഷം മുന്നണിയുടെ യാത്രകൾ കഴിഞ്ഞു. എങ്ങനെയാണ് അങ്ങയുടെ വിലയിരുത്തൽ? ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തോടാണ് ചോദ്യം. എന്തായാലും ഒരു 110 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പല പൊളിറ്റിക്കൽ സ്ഥിതി, ഒന്ന് ഗവൺമെൻറ്റിൻ്റെ വികസനം, ക്ഷേമ പ്രവർത്തനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നിങ്ങൾ എടുത്താൽ ഇപ്പോൾ മാത്രമല്ല, 2005 മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ LDF-ന് അതിനേക്കാൾ വോട്ട് കൂടിയിട്ടുണ്ട്. ഇത്തവണയും കൂടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേറെ ആംഗിളിലാണ് വോട്ട് ചെയ്യുക. അതിപ്പോൾ 2019 കനത്ത തിരിച്ചടി കേരളത്തിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചു. പക്ഷേ 21 നേരെ മാറി. കേരളം വേറെ തന്നെയാണല്ലോ. കനകോലു മറ്റു പല സ്ഥലത്തും പോയി ബി ജെ പിയെ ജയിപ്പിക്കാനൊക്കെ ഇടപെട്ടതുപോലെ കേരളത്തിൽ ഇടപെടുക പറഞ്ഞാൽ കേരളം അല്ലാതെ വേറെ എവിടെയാണ് ഇത്രയധികം ഒരു മതനിരപേക്ഷ മനസ്സുള്ളത്? അപ്പോൾ കേരളം ഒരു വേറെ തന്നെ വേറിട്ടൊരു ഒരു സെപ്പറേറ്റ് തുരുത്താണല്ലോ. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം തത്സമയം ചേരുന്നു. ദീപക്, ഈ 110 സീറ്റുകൾ ലഭിക്കും എന്ന് പറയുന്നതിന് ലോജിക്കൽ അടിസ്ഥാനം എന്താണ്? അതിന് ലോജിക്കൽ അടിസ്ഥാനം പറയുന്നത് സംസ്ഥാനത്തുണ്ടായ വികസനം, പൊതുവിലുള്ള സ്വീകാര്യത എന്നതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്. ഇത് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതായിരുന്നു ഞാൻ അഭിമുഖത്തിൽ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത് സിറ്റിംഗ് MLA-മാരെല്ലാവരും അതിൽ എത്ര പേർ മത്സരിക്കുമെന്ന് തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ അവർക്കെല്ലാവർക്കും, ഇടതുമുന്നണിയുടെ എല്ലാ MLA-മാർക്കും വിജയിക്കാനുള്ള സാഹചര്യവും സാധ്യതയുമുണ്ട്. കാരണം അത്രമേൽ അവർ മണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, വികസനമുണ്ടാക്കിയിട്ടുണ്ട്. കാരണം കേരളത്തിലെ ജനത വികസനത്തിന് വോട്ട് ചെയ്യും. മറ്റൊരു കാര്യം, കേരളം ഇടതുമുന്നണി ഭരിക്കുന്നതാണ്, സംസ്ഥാന ഭരണം LDF-ന് നൽകുന്നതാണ് ഗുണം എന്ന് കേരള ജനതയ്ക്ക് അറിയാം എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഞാൻ ബേപ്പൂരിൽ PV അൻവറിൻ്റെ ആക്രമണത്തെക്കുറിച്ച്, PV അൻവർ അദ്ദേഹത്തിനെതിരെ നടത്തുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തിഹത്യയ്ക്ക് ഞാൻ മറുപടി പറയുന്നില്ല, അത് ബേപ്പൂരിലെ ജനത മറുപടി നൽകും PV അൻവറിന് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം PV അൻവറിൻ്റെ പേര് പോലും പരാമർശിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ അരമണിക്കൂർ അഭിമുഖത്തിൽ ഏറ്റവും നിർണായകമായ കാര്യം. അദ്ദേഹം പറയുന്നത് ഈ മരുമകനിസം എന്നൊക്കെയുള്ള വ്യക്തിഹത്യ നടത്തുമ്പോൾ അത് ജനങ്ങൾക്കറിയാം, ജനങ്ങൾക്ക് ഓരോ പൊതുപ്രവർത്തകരെയും കൃത്യമായി അറിയാം, അവരുടെ പുറകിലുള്ള കാര്യങ്ങൾ അറിയാം, അതനുസരിച്ചായിരിക്കും പ്രതികരിക്കുക. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല, ജനം മറുപടി പറയും. മറ്റൊരു കാര്യം, ബേപ്പൂരിൽ ഇടതുമുന്നണിക്ക് നിലവിലുള്ള വോട്ട് വർദ്ധിക്കും. അതായത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 82,000 വോട്ടിൽ നിന്നും അതിനേക്കാൾ കൂടുതൽ വോട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം ഒപ്പം തന്നെ മുഹമ്മദ് റിയാസ് നമ്മുടെ MMC-ക്ക് ആശംസകൾ കൂടി ഈ അഭിമുഖത്തിനിടയിൽ നേരുകയാണ്. താങ്ക് യു ദീപക് ധർമ്മടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.